എല്ലാ കൺഫ്യൂഷൻസും മാറി പോപ്പിയിട്ട് അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നെയിൽ അടിപൊളിയായിട്ടുണ്ട്. നെയിൽ എക്സ്റ്റൻഷൻ നന്നായിട്ടുണ്ട്. പോപ്പീസിൽ നിന്ന് തന്നെ ചെയ്തത്. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കളർ കറക്ഷൻ എന്ന് പറയുന്നത്. നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണം. പക്ഷെ മേക്കപ്പ് വേണം, എന്നാലും മേക്കപ്പ് ഫോട്ടോസിലൊക്കെ വരുമ്പോൾ നന്നായിട്ട് ഇരിക്കണം. നമ്മളെ ഇന്നത്തെ ബ്രൈഡ് തിരുവമ്പാടിയാണ് കേട്ടോ. തിരുവമ്പാടി വന്നാണ് മെറാണ്ട അല്ലേ. അതെ, ഇന്ന് എൻഗേജ്മെന്റ്. നെക്സ്റ്റ് വീക്കാണ് കല്യാണം. കല്യാണം കോട്ടയം വെച്ച്. മെറാണ്ടൻ്റെ മേക്കപ്പ് ചെയ്യാനാണ്. സഫയർ പാക്കേജ് അല്ല എടുത്തിരിക്കുന്നത്, HD മേക്കപ്പ്. മെറാണ്ടൻ്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഐഡിയാസ്, എന്താണ്? എനിക്ക് ഭയങ്കര മേക്കപ്പ് ഇട്ട ഒരു ഫീല് വേണ്ട, എങ്കിലും നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കണം. ഫേസ് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യണം. പക്ഷെ മേക്കപ്പ് വേണം, എന്നാലും മേക്കപ്പ് ഫോട്ടോസിലൊക്കെ വരുമ്പോൾ നന്നായിട്ട് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സഫയർ പറഞ്ഞത്. സഫയർ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നാച്ചുറൽ ഫിനിഷിംഗ് ആയിരിക്കും, ഫോട്ടോസിൽ വരുമ്പോൾ നല്ലതായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കളർ കറക്ഷൻ എന്ന് പറയുന്നത്. അത് കളർ കറക്റ്റ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കണ്ണു തുറന്നാൽ നമ്മൾ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം ഓപ്പൺ പോസ് ആണെന്നുണ്ടെങ്കിൽ റെഡ് കറക്റ്റർ യൂസ് ചെയ്യാം. പിന്നെ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള റെഡ് മാർക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഗ്രീൻ കറക്റ്റർ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പം ഇയാൾക്ക് മെറാണ്ടൻ്റെ ഒന്നും ഇപ്പം വലിയൊരു ഡാർക്ക് സർക്കിൾ എന്നൊന്നും പറയാനില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓറഞ്ച് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവരുടെ സ്കിൻ ടോൺ ഏതാണോ, നമ്മുടെ സ്കിൻ ടോൺ ഏതാണോ അതിൽ നിന്ന് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് മാത്രം ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്താൽ മതി. കളർ കറക്റ്റർ നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് പ്രോപ്പറായിട്ട് സ്കിന്നിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈവൻ ആക്കി വെച്ചെങ്കിൽ നമുക്ക് ആ മേക്കപ്പിന് ഫ്ലോലെസ് ആയിട്ടുള്ള ഒരേ സ്കിൻ ടോണിൻ്റെ ലുക്ക് കിട്ടുള്ളൂ. ഇത് പ്രത്യേകം ചെയ്യണം, നോക്കേണ്ട ഒരു കാര്യമാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ ചിലർ ആവശ്യമില്ലാത്തടത്ത് ഓറഞ്ച് പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓറഞ്ച് പുറത്തോട്ട് വരുന്നതായിട്ട് കാണാം ചില മേക്കപ്പിനകത്ത്. അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഏതാണോ കറക്ഷൻ വേണ്ടതെന്ന് നോക്കിയിട്ട് ആ ഷെയ്ഡേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാവർക്കും കോമൺ ആയിട്ട് ഓറഞ്ച് തന്നെ യൂസ് ചെയ്യരുത്. മെറാൻഡ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണോ, തിരുവമ്പാടി തന്നെയാണോ? ഞാൻ 10th വരെ പഠിച്ചത് ഇവിടെ തിരുവമ്പാടി തന്നെ. അത് കഴിഞ്ഞ് 11th 12th കോട്ടയം, എഞ്ചിനീയറിങ്ങും കോട്ടയം. അത് കഴിഞ്ഞ് പിന്നെ MBA ബാംഗ്ലൂർ. അപ്പോൾ മൊത്തത്തിൽ എല്ലായിടത്തും കറങ്ങി നടന്നിട്ടാണ് പഠിച്ചത്. അതെ, എല്ലായിടത്തും കറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ നെയിൽ അടിപൊളിയായിട്ടുണ്ട്. നെയിൽ എക്സ്റ്റൻഷൻ നന്നായിട്ടുണ്ട്. പോപ്പീസിൽ നിന്ന് തന്നെ ചെയ്തത്. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് നമ്മുടെ നെയിൽ പോളിജെല്ലാണ് ചെയ്തത്. കാലിന് നെയിൽ പോളിഷ് മാത്രം ഇട്ടു. കാല് പിന്നെ നമുക്ക് ഓൾറെഡി നെയിൽ ഉണ്ടായിരുന്നു, അത് കാരണം വെക്കേണ്ട കാര്യം വന്നില്ല. ഫുഡ് കഴിക്കാനൊക്കെ എന്ത് ചെയ്തു? ഫുഡ് കഴിക്കാൻ സ്പൂൺ വെച്ചിട്ടാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. ഇനി കുറച്ച് നാളുകൂടെ കല്യാണം വരെ നമുക്കിത് പോകണം. അതെ, കല്യാണം വരെ നിൽക്കണത്. അത് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴേ നമുക്ക് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ട് മെറാൻഡ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആ ഒരു നമ്മൾ ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടേ യെല്ലോ സ്റ്റീന് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സ്റ്റെയിന് വരികയാണെന്നുണ്ടെങ്കിൽ കളർ ബാറിന്റെ ഒരു നെയിൽ പോളിഷ് റിമൂവർ കണ്ടില്ലേ, ഒരു ഇതിൽ വരുന്ന അതിനകത്തൊരു സ്പോഞ്ച് ഉള്ള അതിനകത്തിട്ടിട്ട് ജസ്റ്റ് റോൾ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ആ യെല്ലോ ഇത് മാത്രം അങ്ങ് റിമൂവ് ആയി കിട്ടും. നെയിൽ പോളിഷ് ഇത് ജെൽ പോളിഷ് ആയതുകൊണ്ട് പോളിഷ് പോകില്ല. അങ്ങനെ ചെയ്താൽ മതി. കാരണം നമുക്ക് അല്ലെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായിട്ട് കാണും ആ യെല്ലോ കളർ വന്നു കഴിഞ്ഞാൽ. ജെൽ പോളിഷ് അവിടെ നിന്നോളാം. ജെൽ പോളിഷ് പോകില്ല. ജെൽ പോളിഷ് റിമൂവ് ചെയ്യാനുള്ള വേറെ തന്നെ മെത്തേഡ് ഉണ്ട്. അങ്ങനെ റിമൂവ് ചെയ്താലേ അത് പോകുള്ളൂ. ഈ ഒരു യെല്ലോ സ്റ്റെയിന് വരുന്നത് മാത്രം നമുക്ക് ആ റിമൂവറിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്താൽ മതി. അപ്പം ആ യെല്ലോ അങ്ങ് പോകും. അത് ഇപ്പം ഏതായാലും ഫംഗ്ഷൻ കഴിയുന്നവരെ സ്പൂൺ ഫീഡ് തന്നെ മതി. അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും വായിൽ വെച്ച് തരാൻ പറഞ്ഞാൽ മതി, അല്ലാതെ കഴിക്കണ്ട. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ കൈ വെച്ച് കഴിക്കുകയാണെങ്കിലും ഈ സ്റ്റെയിന് വരും, അതിങ്ങനെ റിമൂവ് ചെയ്താൽ മതി. ശരിക്കും കെയർ ചെയ്താൽ മതി. കെയർ ചെയ്താൽ നമുക്ക് ഒത്തിരി ലാസ്റ്റ് ചെയ്ത് കിട്ടും. ഏകദേശം എത്ര നാൾ ലാസ്റ്റ് ചെയ്യും? അത് ഡിപ്പെൻസ് ആണ്. ഓരോരുത്തരും അവനവൻ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണ്. നമ്മൾ ശരിക്കും കെയർ ചെയ്യുന്നവർക്ക് പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ നെയിൽ വളർന്നുകൊണ്ടിരിക്കുമല്ലോ. നെയിൽ വളരുന്നതിനനുസരിച്ച് അത് നീങ്ങി വരും. അങ്ങനെ ഒരു പ്രശ്നമാണ്. കാരണം നമുക്ക് ഇത് എന്നും ഒരുപോലെ നിൽക്കൂല. നമ്മളിപ്പം ഹെയർ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത പോലെ തന്നെ റീഗ്രോത്ത് വരുമ്പോൾ അത് വളർന്ന് തന്നെ വരും. മിറാണ്ടൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബ്രോ ആണ്. ഐബ്രോയിൽ ചെറിയൊരു വെട്ടുണ്ട് അല്ലേ? അതെങ്ങനെ കുഞ്ഞിൽ വികൃതി കൂടിയിട്ട് വന്നാണോ? ചെറുപ്പത്തിലൊന്ന് ഒരു 2 years ആയിരുന്ന സമയത്തൊന്ന് വീണതാ. പിന്നെ സ്റ്റിച്ചിട്ടുണ്ട്, കുറേ സ്റ്റിച്ച് ഇട്ടു. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഹെയർ ഇല്ല. പക്ഷെ അത് നമുക്ക് കവറായി പോകും. അത് അങ്ങനെ അറിയൊന്നുമില്ല.
ശരിക്കും ഐബ്രോ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പം നമ്മൾ പൗഡർ വെച്ചിട്ട് തന്നെയാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ക്രീം ഷെയ്ഡിങ് അല്ല, പൗഡറായിട്ട് നാച്ചുറൽ ഷെയ്ഡിങ് ആണ് ചെയ്യുന്നത്. അതിലത് കവർ ആയിപ്പോൾ അതറിയൂല. അത് മാത്രം ഉള്ളായിരുന്നു, എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം അല്ലേ. അതെ, എപ്പോഴും ഉള്ളൊരു കൺസേൺ ആണത്. ചോദിക്കുന്ന കണ്ണ് തുറക്കാറായ കണ്ണടച്ച് തീരെ ഇരിക്കാൻ വയ്യാന്ന് തോന്നുന്നുണ്ട് അല്ലേ? കണ്ണടച്ച പേടിയുണ്ടോ? ഇല്ല, പേടിയൊന്നുമില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് തുറക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. കാരണം ചില ആൾക്കാർക്ക് കണ്ണടച്ചു കഴിഞ്ഞാൽ ഒരു പേടിയാണെന്ന് പറയും. കണ്ണടച്ച് ഒട്ടും ഇരിക്കാൻ പറ്റില്ല എന്ന് പറയും. പേടിയില്ല, ഒരു ടെൻഡൻസി ഉണ്ട് തുറക്കാനുള്ളത്. കാരണം ഇതിപ്പോ എൻ്റെ അടുത്ത് ഒരു 3ാമത്തെ 4ാമത്തെ വട്ടാണ് കണ്ണോർക്കാതെ കണ്ണടച്ച് നിർത്തിച്ചതാണ് ലാഷസ് വെച്ചിട്ട് കുറച്ച് നേരം. ഇനി തുറന്നോ കേട്ടോ, പ്രശ്നം തീർന്നില്ല. ഈ കണ്ണിൽ മാത്രം വെച്ചൊരു മസ്കാര അതുണ്ടാവും കേട്ടോ. എന്തായാലും നമ്മളൊരു ഇതല്ലേ, പുറത്തുനിന്നുള്ളൊരു സാധനം വെക്കുമ്പം അതിലോട്ട് നമ്മൾ യൂസ്ഡ് ആവാൻ കുറച്ചൊരു സമയം എടുക്കും. വെച്ച ഉടനെ നമുക്കൊരു മേലെ കാണാത്ത ഒരു ഫീൽ ഉണ്ടാവും. മൊത്തം കണ്ണടഞ്ഞ പോയ മേലോട്ടൊന്നും കാണുന്നില്ല എന്ന് തോന്നും. അത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നല്ല നീണ്ട ഭംഗിയുള്ള മൂക്കാ. മൂക്ക് പ്രത്യേകിച്ച് നമുക്ക് നീളം കൂട്ടേണ്ട ആവശ്യമില്ല. മൂക്ക് ഓൾറെഡി നീണ്ടു തന്നെയാണ് വന്നിരിക്കുന്നത്. മൂക്കിലധികം ഇത് ചെയ്യുന്നില്ല കേട്ടോ. മേക്കപ്പ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എന്താ അഭിപ്രായം? ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നന്നായിട്ടുണ്ട്. ഭയങ്കര മാറിപ്പോവോ, എനിക്ക് മേക്കപ്പ് മാച്ച് ചെയ്യോ, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ കൺഫ്യൂഷൻസും മാറി പോപ്പിത്ത് അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. പിന്നെ ടെൻഷനില്ല. ഇനി പറയില്ല എനിക്ക് മേക്കപ്പ് കൊള്ളൂല, ഇല്ല, ഇനി പറയില്ല. എനിക്ക് മേക്കപ്പ് പറ്റും എന്നുള്ള മനസ്സിലായി. അപ്പം താങ്ക് യു പോപ്പിത്ത. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കാണാം. ഓക്കെ, ശരി.